കുടുംബത്തെ ബലവത്താക്കും, ശക്തിപ്പെടുത്തും, തലമുറകളെ ശക്തിപ്പെടുത്തും. നമുക്കതെല്ലാം നമ്മൾ മാറ്റി, അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ചു. ഞാൻ പറഞ്ഞ കളിയാക്കല്ല, നരച്ച മുടി ശോഭയുള്ള കിരീടമാണ്. അവരന്തി ഉറങ്ങുന്നത് ശരണാലയങ്ങൾ, അവരാണ് അനുഗ്രഹം വീടിന്റെ. ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റാൻ കാരണം എന്താ? ഭാര്യയും ഭർത്താവും 2 പിള്ളേരുമുണ്ട്. അനുഭവങ്ങളില്ല പുതിയ തലമുറയ്ക്ക്. അറിവുണ്ട്, അനുഭവമില്ല, തിരിച്ചറിവില്ല. പണ്ട് ഈ അപ്പച്ചനും അമ്മച്ചയൊക്കെ വീട്ടിൽ ഇരുന്ന് ജനിച്ചു വീഴുന്ന 5 വയസ്സുള്ള കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും 23-ാം സങ്കീർത്തനം പാട്ട് പാടിക്കൊടുക്കും. പട്ടാങ്കപ്പെട്ട ദൈവം തമ്പുരാനെ, ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള പിതാവേ, കരുണയുള്ള ദൈവമേ, മോറാനേശു വശിക. ഇവിടെ 12 സൺഡേ സ്കൂൾ പഠിച്ചിറങ്ങുന്നോണ്ട് ചോദിക്കാവോ ശുദ്ധമുള്ള ബാവ ഏതാന്ന്? ആ പറയും അന്ത്രയോസ് ബാവ എന്ന് പറയും. പക്ഷെ 12ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് കയ്യിലിരിപ്പുണ്ട്. അധ്യാപകരും അത് തന്നെ, കുറച്ച് പേരെങ്കിലും. നമ്മുടെ പരാജയം അതാണ്. ശിംശോൻ നോമ്പ് അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തി. നോയമ്പും അനുഷ്ഠാനങ്ങളും നമ്മെ ശക്തിപ്പെടുത്തും. നാം വേർതിരിക്കപ്പെട്ടവരാണ്. മൂന്നാമത് അവൻ്റെ പരാജയം ജഡീക ആസക്തികളോട് വിധേയപ്പെട്ടു എന്നുള്ളതാണ്. ജഡീകമായ ആസക്തികളോട് വിധേയപ്പെട്ടു. ഭാര്യയെ നഷ്ടപ്പെട്ടു ശിംശോന്റെ. അവൻ തുടർന്ന് ചെന്നത് എവിടെയാണെന്ന് അറിയാമോ? ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പക്കലാണ്. ആ ദലീല എന്ന വാക്കിന്റെ അർത്ഥം ഭക്ത എന്നാണ്. ഇന്ന് ഭക്തിയുടെ പാക്കറ്റുകളിലാണ് തിന്മയുടെ അതിപ്രസരണങ്ങൾ മുഴുവൻ. ഭക്തിയുടെ പാക്കറ്റുകളിലാണ്. അവന്റെ ജഡീക ആസക്തിയുമായി അവൻ കടന്നു ചെന്നത് ദലീല എന്ന് പറയുന്ന സ്ത്രീയുടെ പക്കലാണ്. അവളുടെ മടിയിൽ അവൻ അവനെ തന്നെ മറന്നു പോവുകയാണ്. ഇന്നത്തെ ലോകത്തിനെ ത്രസിപ്പിക്കുന്നത് പണവും ലൈംഗികതയും ആണ്. ലോകത്തെ ത്രസിപ്പിക്കുന്നത് ജഡീകമായ ആസക്തി. അതിനാ കഴിഞ്ഞ ആഴ്ച കണ്ടത്, മുഖത്തോട് മുഖം നോക്കണ്ട, കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ? ഒരുത്തൻ്റെ ഭാര്യയെ കാറെ കൊണ്ട് വേറൊരുത്തന് കൊടുക്കും, അവൻ്റെ ഭർത്താവിനെ കൊണ്ട് കാറെ കൊണ്ട് മറ്റവർക്ക് കൊടുക്കും. ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അനുഭവങ്ങൾ. ഫേസ്ബുക്ക് അങ്ങോട്ട് തുറന്നാൽ പറയാം അവളുടെ സൗന്ദര്യം, അവളുടെ ഇത്, അവളുടെ ഇതെന്നും പറഞ്ഞ് ഇത് സൗന്ദര്യ പ്രദർശനമാണ്. ശിംശോൻ ദലീലയുടെ മടിയിൽ അവൻ അവനെ തന്നെ മറന്നു. കാരണം അവൻ ചിന്തിച്ചു അവന്റെ ശക്തിയുടെ രഹസ്യം എന്താ? മുടിയുടെ ചുരുളാണ്. അവന് താക്കീതുകൾ കൊടുത്തു. 3 പ്രാവശ്യമാ ദൈവം ശിംശോന് താക്കീത് കൊടുത്തത്. ഞാൻ ഉൾപ്പെടെ നമുക്കൊക്കെ എത്രയോ താക്കീതുകൾ ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ വഴികളിൽ ഭ്രംശം സംഭവിക്കുമ്പോൾ, ജീവിതത്തിന്റെ വഴികളിലൊക്കെ തെറ്റിപ്പോകുമ്പോൾ ദൈവം താക്കീതുകൾ തന്നിട്ടുണ്ട്. അത് അപ്പനായിട്ടാകാം, അമ്മയായിട്ടാകാം,